കാലപ്പഴക്കത്തെ തുടർന്ന് ബലക്ഷയത്തിലായ ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. ആധുനിക നിലവാരത്തിലുള്ള പുതിയ ഡിപ്പോ പണിയുന്നതിനായാണ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത്. ബസ് സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് പുതിയ കെട്ടിടം പണിയുന്നതിനുള്ള നടപടിയുണ്ടായത്. കേരള വിഷൻ ന്യൂസ് ഇംപാക്ട്. 15 കോടി രൂപ ചിലവഴിച്ച് 2000 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള കെട്ടിട സമുച്ചയമാണ് പുതുതായി പണിയുന്നത്. ആദ്യഘട്ടത്തിന് 11.5 കോടി ചെലവാകും. പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. MC റോഡ് വികസിപ്പിക്കാനുള്ള പദ്ധതിയുള്ളതിനാൽ റോഡരികിൽ നിന്ന് മാറ്റിയായിരിക്കും കെട്ടിടങ്ങൾ പണിയുന്നത്. ബദേൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ 4 നിലകളോടുകൂടിയ മെയിൻ ബ്ലോക്കും എതിർഭാഗത്ത് MC റോഡരികിൽ 2 നിലകളോടുകൂടിയ ഫ്രണ്ട് ബ്ലോക്കും നിർമ്മിക്കും. ഈ 2 കെട്ടിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ തുരങ്കപാതയും ഉണ്ടാകും. 1963 പണിത നിലവിലുണ്ടായിരുന്ന കെട്ടിടം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും അടർന്നു വീഴുകയുമുണ്ടായി. ഡിപ്പോയുടെ ശോചനീയാവസ്ഥ കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ആധുനിക നിലവാരത്തിലുള്ള പുതിയ ഡിപ്പോ പണിയുന്നതിന് നടപടിയുണ്ടായത്. മന്ത്രിതല ഇടപെടൽ പുതിയ കെട്ടിട നിർമ്മാണം വേഗത്തിലാക്കാൻ സഹായിച്ചെന്ന് കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സജി പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട ചെങ്ങന്നൂർ AT എല്ലാം കൂടി പമ്പ സീസണിന്റെ മുഹൂർത്ത ഭാഗത്താണ് ഇതിന്റെ മീറ്റിങ്ങുകളും എല്ലാം നടന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ചെയ്തത്. പക്ഷേ ഇത് ഒന്നിച്ച് സംഘടിച്ചു നിന്നുകൊണ്ടാണ് ഇത്രയും സ്പീഡപ്പിൽ ഈ പ്രവർത്തനം വിലയിരുത്താൻ സാധിച്ചത്. മെയിൻ ബ്ലോക്കിന്റെ നിർമ്മാണമാണ് ആദ്യം തുടങ്ങുക. ഈ ബ്ലോക്കിനോട് ചേർന്ന് 8 ബസ്സുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ കഴിയും. ശബരിമല തീർത്ഥാടകർക്കും ദീർഘദൂര യാത്രക്കാർക്കും ഉപകാരപ്പെടുന്ന നിലയിൽ ചെറിയ നിരക്കു നൽകി ഉപയോഗിക്കാവുന്ന ഡോർമെറ്ററികൾ ഈ ബ്ലോക്കിലുണ്ടാകും. പ്രധാന ഓഫീസ്, ജീവനക്കാരുടെ വിശ്രമമുറികൾ, ശൌചാലയം, മറ്റു വാഹനങ്ങൾക്കായി അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് എന്നീ സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിന്റെ ഭാഗമായി ഉണ്ടാകും. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.